Hey guys, welcome back to the channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് വോയിസ് 4.0 പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഈ ചാനലിട്ട വീഡിയോയിൽ ഞാൻ ഈ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ മുന്നത്തെ വേർഷൻ അതായത് നത്തിങ് വോയിസ് 3.2ഉം ഇപ്പോഴത്തെ പുതിയ വേർഷനും തമ്മിലുള്ള ഡിഫറൻസും പിന്നെ ഏതൊക്കെ ഫോൺസിൽ ഇത് അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെയും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതെന്തായാലും കണ്ടോക്ക്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ പുതിയ ഫീച്ചേഴ്സിന്റെയും അന്തർധാരയിൽ കയറി പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ആഴ്ചയായി. സോ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും വിട്ടോണ്ട. പിന്നെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. കമന്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പും കൂടി ചെയ്തോട്ടേക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ഗ്ലിഫ് ഇന്റർഫേസിനോട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലിപ്ഡ് റെക്കോർഡിൽ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലിപ്ഡ് റെക്കോർഡ് വഴി ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും അതുപോലെ നോട്ടും നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഇതൊക്കെ കൂടെ ഒരു സ്ഥലത്ത് സേവ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് എസെൻഷ്യൽ സ്പേസ് പോയിട്ട് നമ്മൾ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വരികയും ചെയ്യും. ഇനി എങ്ങനെയാ ഫ്ലിപ്ഡ് റെക്കോർഡ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ കൂടെ ഫോട്ടോസും നോട്ട്സും ആഡ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഈ എസെൻഷ്യൽ കീ ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് വരുന്നവരെ പിടിക്കുക. സ്ലോ ബ്ലിങ്കിങ് ലൈറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിലും അത് കാണാൻ പറ്റും. ആൻഡ് അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിത് ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18th സെക്കൻഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത സാധനം രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ഈ ഓഡിയോ റെക്കോർഡിന്റെ കൂടെ എന്തെങ്കിലും ഫോട്ടോയും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇത് അവിടെയുള്ള ക്യാമറ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതാ 31st സെക്കൻഡിൽ ഈ ഫോട്ടോ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ റെക്കോർഡിംഗ് നമുക്ക് വേണമെങ്കിൽ ഇതാ താഴെയുള്ള ഈ ബട്ടൺ ഞെക്കിയിട്ട് ഓഫ് ആക്കാം. അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് എസെൻഷ്യൽ കീ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് തിരിച്ചു വരും ആൻഡ് ഒരു വൈബ്രേഷനിലോടുകൂടി നിൽക്കും. അപ്പം ഈ സംഭവം സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ സേവ് ചെയ്ത റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ടൈം ലൈനിൽ ഈ യെല്ലോ ഡോട്ട്സ് ഉള്ള സ്ഥലത്തായിരുന്നു നമ്മൾ ടെക്സ്റ്റും ഫോട്ടോയും ആഡ് ചെയ്തത്. ഇനി ആ യെല്ലോ ഡോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു അവിടെ സേവ് ചെയ്തതെന്ന് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇനി അത് വേണമെങ്കിൽ എൻലാർജ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇത്തിരി കൂടെ സ്മാർട്ടും എഫിഷ്യന്റ് ആയിട്ട് നോട്ട് ടേക്കിങ്ങും അതുപോലെ തന്നെ റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റും. ഗ്ലിഫ് പ്രോഗ്രസ്സിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്ലിഫ് പ്രോഗ്രസ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ അതിന്റെ പ്രോഗ്രസ് മുന്നേ കാണിക്കാറില്ല എന്ന് തോന്നുന്നു. ഇപ്പം അതും കാണിക്കും. ഇനി എസെൻഷ്യൽ നോട്ടിഫിക്കേഷനിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ ന്യൂ റൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്, എത്രയൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. എസെൻഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ ഒരു ന്യൂ റൂൾസ് എന്ന് പറഞ്ഞ പുതിയൊരു ടാബ് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള റൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റൂളിന്റെ പേര് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഏതൊക്കെ ആപ്സ് നിന്ന് ഏതൊക്കെ കോൺടാക്ട്സ് വരുന്നത് എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ ആക്കി വെക്കാം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ റൂളിന്റെ പേര് മാറ്റിയിട്ട് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി ആപ്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജിമെയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് അടിക്കുക. ഇനിയുള്ളത് ഓപ്ഷനിലാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോൺടാക്റ്റ് അയക്കുന്ന സാധനം ഈ എസെൻഷ്യൽ നോട്ടിഫിക്കേഷനിൽ വരണമെങ്കിൽ നമുക്ക് അവിടെ ആ കോൺടാക്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോൺടാക്റ്റിനെ സേവ് ചെയ്ത പേരും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് എഴുതി കാണിക്കുക. ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അത് കഴിഞ്ഞിട്ട് സേവ് റൂൾ നടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റൂള് നമുക്ക് ഇവിടെ കാണിക്കും. ഇനി ക്യാമറയിലുള്ള പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്യാമറ പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ഇത് നത്തിങ് 3 തൊട്ടുള്ള ഫോൺസിൽ ഇൻബിൽഡ് ആയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നുള്ള ഫോൺസിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ക്യാമറ പ്രീസെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിത് അവിടെയും കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ബട്ട് പുതുതായിട്ട് കുറച്ച് പ്രീസെറ്റ്സ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ക്യാമറ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് അവിടെ താഴെ നമുക്ക് പ്രീസെറ്റ്സ് കിട്ടും. ഇത്രയും പ്രീസെറ്റ്സ് ഉണ്ട്. എല്ലാതും ഇൻബിൽഡ് ആയിട്ടുള്ളതല്ല, ഞാൻ ചിലതൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ള QR ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സോ ഇതും പിന്നെ ഇതും ആണ് പുതിയതായിട്ട് വന്ന പ്രീസെറ്റ്സ്.
ഇതല്ലാതെ പുതുതായിട്ട് വരാൻ പോകുന്ന പ്രീസെറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ, അതായത് നത്തിങ് കമ്മ്യൂണിറ്റിയിൽ ഓരോരുത്തർ ഇടുന്നതും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നത്തിങ്ങിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അത്. ഒരു പുതിയ ഫീച്ചറാണ്, അതും ഈ അപ്ഡേറ്റ് തന്നെയാണ് വന്നത്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം. അത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇടാം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും പുതിയ ക്യാമറ പ്രീസെറ്റ്സ് കിട്ടും. പിന്നെ സ്ട്രെച്ച് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്ററിന്റെ ഇന്റൻസിറ്റി അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാമറ ആപ്പ് പോയിട്ട് ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രീസെറ്റ്സിന്റെ കൂടെ തന്നെ അതിന്റെ ഫിൽറ്റേഴ്സും കിട്ടും. സോ അങ്ങനെയുള്ള ഒരു ഫിൽറ്റർ ആയിരുന്നു ഇത്. ഇനിതാ ഈ ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ഇങ്ങനെയാണ് ഫിൽറ്ററിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അടുത്തത് ക്യാമറയിലുള്ള വാട്ടർമാർക്കിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്നും മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ തന്നെ എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്കിന്റെ ഓപ്ഷൻ കാണും. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ മേലെയും അതുപോലെ തന്നെ വാട്ടർമാർക്ക് ഓൺ ആണെന്ന് പറഞ്ഞ് കാണിക്കും. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച വാട്ടർമാർക്ക് ഓണും ഓഫ് ആക്കാനാണ് അത്. ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാട്ടർമാർക്ക് ഇതാണ്. ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. 4 കോർണേഴ്സിൽ ഫോട്ടോന്റെ ഡീറ്റെയിൽസ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള വാട്ടർമാർക്കിൽ ഉണ്ടാവുക. ഇനി ഇതിൽ കൂടുതൽ കസ്റ്റമൈസേഷന് പുതിയ വാൾപേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ലോങ് പ്രസ് ചെയ്താൽ മതി. ഈ 2 ടൈപ്പ് ഓഫ് വാൾപേപ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഞാനിപ്പോ അടുത്തത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഈ വാട്ടർമാർക്ക് ഉള്ളത്. ആൻഡ് എല്ലാ ഡീറ്റെയിൽസും വെർട്ടിക്കലാണ് എഴുതിയിട്ടുള്ളത്. ഇനി വാട്ടർമാർക്കിൽ എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ കാണിക്കണ്ട എന്നുള്ളത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ എഴുതണമെങ്കിൽ ഇവിടെ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൈപ്പ് ചെയ്താൽ മതി. പ്രിവ്യൂല് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത സാധനം സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി കസ്റ്റമൈസ് ചെയ്ത വാട്ടർമാർക്ക് വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇത്. സൈഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത സാധനമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത സാധനങ്ങളും പോയിട്ടുണ്ട്. അടുത്തത് ക്വിക്ക് സെറ്റിംഗ്സ് പാനലിലുള്ള അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് മുന്നത്തേനെക്കാട്ടും കൂടുതൽ ഇപ്പം അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോരോ ഐക്കൺസിനെയും നമുക്ക് റീസൈസിങ് ഇപ്പം ഇത്തിരിയും കൂടെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. മുന്നേ ബ്ലൂടൂത്തിന്റെ ഐക്കൺ മാത്രമേ നമുക്ക് വലുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് വേറെ ഐക്കൺസിനെയും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നത്തിങ് OS 3.2 ഉണ്ടായിരുന്ന ക്വിക്ക് സെറ്റിംഗ്സ് പാനലാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലൂടൂത്തിന്റെ ഐക്കൺ മാത്രമേ നമുക്ക് ഇങ്ങനെ വലിയ സൈസിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അതുപോലത്തെ ആ സൈസിൽ വരില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നത്തിങ് OS 4.0 ക്വിക്ക് സെറ്റിംഗ്സ് പാനലാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലൂടൂത്തും ഇതുപോലെ ഇങ്ങനെ പല സൈസിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഹോട്ട്സ്പോട്ടിന്റെ ഐക്കൺ ആണ്. ഇത് ഈ സൈസിലും ആക്കാൻ പറ്റും. ഇത് സ്ക്രീൻ റെക്കോർഡറിന്റെ ഐക്കൺ ആണ്. ഇതും അതുപോലെ തന്നെ 3 സൈസിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും താഴെ എഴുതി കാണിക്കും നമ്മളിപ്പോൾ എന്ത് ആക്ഷൻ ആണ് ചെയ്തതെന്ന്. ഞാനിപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ താഴെ എഴുതി കാണിക്കും. ഫോക്കസ് മോഡ് ഓഫ് ആക്കിയാൽ താഴെ എഴുതി കാണിക്കും. എല്ലാതും ഓഫ് ആക്കിയാലും ഓൺ ആക്കിയാലും താഴെ എഴുതി കാണിക്കും നമ്മൾ എന്ത് ആക്ഷൻ ആണ് ചെയ്തതെന്ന്. പലർക്കും മുന്നേ പറ്റുന്ന പ്രശ്നമാണ് ഈ ക്വിക്ക് സെറ്റിംഗ്സ് പാനൽ ഐക്കൺസിന് പേരൊന്നും എഴുതി കാണിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ് പ്രസ് ചെയ്തതെന്ന് അറിയാതെ ഇരുന്ന് പോലെ ചിലപ്പോൾ സെറ്റിംഗ്സ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവും. എന്താണ് ചെയ്തതെന്ന് മുന്നേ ഓർക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്ത് ഓണും ഓഫ് ആക്കി കഴിഞ്ഞാലും താഴെ എഴുതി കാണിക്കും നിങ്ങൾ ഈ സാധനത്തിന്റെ സെറ്റിംഗ്സ് ആണ് മാറ്റിയത്. പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ഫോൺ എടുത്തതാണ് അതിലത്തെ UIയും ഐക്കൺസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് പരിചയമായി വരുന്നവരെ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്നോട് പലരും കമന്റ്സ് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലിപ്പോ ആഡ്സ് വരുന്നുണ്ടോന്ന്. ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ ആഡ്സ് ഒന്നും വരുന്നില്ല. ബട്ട് നിങ്ങൾ സെറ്റിംഗ്സ് പോയിട്ട് ലോക്ക് സ്ക്രീനിൽ പോയിട്ട് അതിലൊരു സാധനം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ന്യൂസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം വരാറില്ലേ, ഗ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോണിലുള്ള സംഭവം, അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറിന് പകരം ഈ സാധനം വരാൻ തുടങ്ങും. ആൻഡ് അതിലൂടെ കമ്പനിക്ക് ഏൺ ചെയ്യാനും പറ്റും. അതാണ് സംഭവം. സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിൽ ഇതാ ഒരു റെഡ് ഡോട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ ഇതവിടെ ലോക്ക് ഗ്ലിംസ് എന്ന് പറഞ്ഞ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീൻ മാഗസീൻ വിത്ത് ഓട്ടോമാറ്റിക് ബ്യൂട്ടിഫുൾ വാൾപേപ്പർ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം എനേബിൾ ചെയ്യാൻ പറയും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോക്ക് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിലത്തെ വാൾപേപ്പർ മാറി ഇങ്ങനത്തെ ഡൈനാമിക് ആയിട്ട് ഓരോരോ ഫോട്ടോസ് ആയിരിക്കും ഇനി വരിക. അത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യണം. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഫോട്ടോസ് മാറി വരും. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ താഴെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ മേലെ തന്നെ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിഫറൻസ് വരുത്താൻ പറ്റും. സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലിംസ് വേണ്ടെങ്കിൽ അത് ഇത് വെച്ച് ഓഫ് ആക്കാൻ പറ്റും. പിന്നെ ഇതിലത്തെ പ്രിഫറൻസിലൊക്കെ ചേഞ്ച് വരുത്തണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ആൻഡ് പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല പല ടോപ്പിക്സ് കാണിക്കും. നമുക്ക് അതിൽ വേണ്ട സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് സേവ് എന്ന് അടിച്ചാൽ മതി. ഇനി ലോ ഗ്ലിംസേ വേണ്ടെങ്കിൽ മേലത്തെ ഓപ്ഷൻ ഓഫ് ആക്കിയാൽ മതി. അപ്പം നമ്മൾ ഒറിജിനൽ വാൾപേപ്പറിലോട്ട് പോകും. പിന്നെ
പിന്നെ എസെൻഷ്യൽ സെർച്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ആപ്പ് ഡ്രോയറിലുള്ള സെർച്ച് ബാർ നമുക്ക് എസെൻഷ്യൽ സെർച്ച് ബാർ ആയിട്ടാണ് ഇപ്പം വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ ഫോണിലുള്ള എല്ലാ സാധനങ്ങളും സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിലുള്ള സെർച്ച് റിസൾട്ട്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടണം എന്നുള്ളത്. ആപ്പ് ഡ്രോയറിൽ പോയിട്ട് താഴെയുള്ള സെർച്ച് ബാറിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഓൺ ആക്കി ഇടാം. പിന്നെ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. സെർച്ച് ബട്ടന്റെ പകരം ഒരു സ്റ്റാർ പോലത്തെ സാധനമാണ് വന്നത്. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് വന്നത്. എസെൻഷ്യൽ സെർച്ച് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഗെറ്റ് റിയൽ ടൈം ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഫീച്ചർ. അതാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ എസെൻഷ്യൽ സെർച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് ഡ്രോയറിന്റെ സെർച്ച് ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ നമ്മൾ പെർമിഷൻ ഒക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൽ എന്ത് വേണേ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ചെയ്ത് നോക്കുകയാണ്. അപ്ഡേറ്റ് പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് മാത്സ് പ്രോബ്ലത്തിന്റെ ആൻസർ, അതുപോലെ തന്നെ കറൻസിയും യൂണിറ്റ് കൺവേർഷനും പിന്നെ ടൈം സോണ്, അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. കളേഴ്സ് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. യൂണിറ്റ് കൺവേർഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് എവിടുന്നാണ് ഇത് കിട്ടിയത് എന്നുള്ളതിന്റെ സോഴ്സസും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നടക്കുമെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കാം. എന്താണ് എന്നുള്ള മലയാളം വേർഡ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ ആൻസേഴ്സും വരുന്നുണ്ട് കേട്ടോ. മലയാളം വേർഡ് എന്താണ് മീൻസ് വാട്ട്, അതുപോലെ തന്നെ തമിഴില് എന്നതാ എന്നുള്ളതിന്റെ മീനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മാത്സ് പ്രോബ്ലം ചോദിച്ചിട്ട് അതിന്റെ ആൻസർ കിട്ടുമെന്ന് നോക്കാം. അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിലോട്ടേക്ക് എത്തിയെന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് ചെറുതായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് അവിടെ കിട്ടും. ഇനി അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെയാണ് ഇന്റലിജന്റ് ടൂൾ കിറ്റ്. ഇതാണ് ഇന്റലിജന്റ് ടൂൾ കിറ്റ്. ഇത് നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ നമ്മൾ AI യൂസേജ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരും. പിന്നെ വേറൊരു സാധനമാണ് ChatGPT ഇന്ററാക്ഷൻ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി നമുക്ക് ChatGPTയിലോട്ട് കൊണ്ടുപോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ChatGPTയിൽ പോകാം. അതുപോലെ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കാം, ഷെയർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ ഒരു സാധനം കാണാം. ഒരു ചെറിയ സമയത്ത് തന്നെ കുറെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അത് ഭയങ്കര ഡിസ്ട്രാക്റ്റീവ് ആവാൻ സാധ്യതയുണ്ടല്ലോ ഈ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് ഒക്കെ കാരണം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് മിനിമൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. പിന്നെ എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിന്റെ ഫുൾ സൈസ് ഫോട്ടോ കാണിക്കും. അതിനെക്കൊണ്ട് യൂസ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. മുന്നത്തെ അപ്ഡേറ്റ് വരെ നമുക്ക് ഫോണിന്റെ പകുതി കാണാൻ പറ്റുള്ളായിരുന്നു, ഇപ്പൊ ഫുൾ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ ഡാർക്ക് മോഡ് തന്നെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഡാർക്ക് മോഡ്. അതിനെക്കുറിച്ച് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി കൂടെ പവർ സേവിങ്ങും അതുപോലെ തന്നെ ഇത്തിരി കൂടെ ഡാർക്ക് ആയിട്ടുള്ള തീം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പ്യോർ ബ്ലാക്ക് തീം ഇപ്പം കിട്ടും. പിന്നെ റെക്കോർഡർ ആപ്പിൽ ഒരു റീഡിസൈനിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആനിമേഷനും അതുപോലെ തന്നെ ലേഔട്ട് ഒക്കെ മാറിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പോഴത്തെ റെക്കോർഡർ ആപ്പിന്റെ ലേഔട്ട് ഇങ്ങനെയാണ്. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെഡ് ഡോട്ട് ടച്ച് ചെയ്യാണ് വേണ്ടത്. അത് തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ ഇങ്ങനെ റീവൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. ഇനി നമ്മൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആനിമേഷനോട് കൂടിയാണ് അത് സേവ് ആവുക. പിന്നെ അത് ലോഞ്ച് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഒരു ആനിമേഷൻ നമുക്ക് കാണാം. പിന്നെ പുതിയ വിജിറ്റ്സ് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. വെതർ ആപ്പിൽ ഈ 2 പുതിയ വിജിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ക്രീൻ ടൈമിൽ 3 പുതിയ വിജിറ്റ്സ് വന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിൽ 2 പുതിയ ക്ലോക്ക് സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നത്തിങ് വോയിസ് 4.0 പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്. എന്നുവെച്ചാൽ ഞാൻ ഈ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അപ്ഡേറ്റ്സ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൽ ഏതെങ്കിലും അതിന് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നത്തിങ്ങിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഫീച്ചറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടാം. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും മുന്നത്തെ അപ്ഡേറ്റിലേ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കാതെ പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചു വിട്ടേക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒന്നും വിട്ടോണ്ട. ഇതുപോലെ തന്നെ ഞാൻ കുറെ വീഡിയോസ് ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. ടെക്, ട്രാവൽ, ഇൻഫോർമേറ്റീവ് അങ്ങനെ പല സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. ഇനി ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടൊക്കെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.